വീണ്ടും സ്ത്രീവിരുദ്ധ നിലപാടുമായി സമസ്ത AP വിഭാഗം അധ്യക്ഷൻ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. ഇസ്ലാമിക ആഘോഷങ്ങളിൽ സ്ത്രീകളെ പങ്കെടുപ്പിക്കരുതെന്ന് മഹല്ല് കമ്മിറ്റികൾക്ക് കാന്തപുരം നിർദ്ദേശം നൽകി. അന്യപുരുഷന്മാർക്കിടയിൽ യുവതികളെ പ്രദർശിപ്പിക്കരുതെന്നും ഇസ്ലാമികമല്ലാത്ത ആഘോഷ രീതികൾ വിശ്വാസികൾക്ക് ചേർന്നതല്ലെന്നും കാന്തപുരം. വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുകയാണ്. അനഘ, കാന്തപുരത്തെ പ്രചോദിപ്പിച്ച അല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രകോപിപ്പിച്ച ചില വസ്തുതകളുണ്ട്. നോക്കൂ, ഈ ഓണാഘോഷത്തിൽ ചില ഉസ്താദുമാർ പറയുകയുണ്ടായി ഈ ഓണാഘോഷത്തിലൊന്നും മുസ്ലിം പെൺകുട്ടികൾ പങ്കെടുക്കരുതെന്ന്. പക്ഷേ കേരളം മുഴുവൻ നമ്മൾ കണ്ട കാഴ്ച എന്തായിരുന്നു? അത് വലിയ പ്രകോപനത്തിനിടയാക്കിയിട്ടുണ്ട് ഈ ഉസ്താദുമാരെ പോലെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം. മറ്റൊന്ന്, നബിദിനവുമായി ബന്ധപ്പെട്ട് സ്ത്രീകളെ പങ്കെടുപ്പിച്ചതാണ് ഇദ്ദേഹത്തെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. എന്തെല്ലാമാണ് ഇവരുടെ പ്രസ്താവനയിൽ പറയുന്ന കാര്യങ്ങൾ? നീലിമ, ഈ ഇസ്ലാമിക മതപണ്ഡിത സഭയായിട്ടുള്ള സമസ്ത, ഈ സമസ്തയിലെ കാന്തപുരം വിഭാഗമാണ് ഇപ്പോൾ ഒരു സർക്കുലർ പുറപ്പെടുവിച്ചിരിക്കുന്നത്, ചില നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതായത് ഈ കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ നബിദിന റാലി സംഘടിപ്പിച്ചിരുന്നു. ഈ ആഘോഷ പരിപാടിയിൽ ചിലയിടങ്ങളിൽ നടന്ന പരിപാടികളിൽ പെൺകുട്ടികളെ ഇസ്ലാമിക വേഷത്തിൽ അല്ലെങ്കിൽ തട്ടം ധരിച്ച പെൺകുട്ടികളിൽ ഈ നബിദിന റാലിയിൽ ആഘോഷ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. ഇത്തരം ആഘോഷ പരിപാടികളിൽ നിന്ന് പെൺകുട്ടികളെ മാറ്റി നിർത്തണം എന്നുള്ളതാണ് ഇസ്ലാമിക മതപണ്ഡിത സഭയായ സമസ്ത ഈ സർക്കുലറിൽ പറയുന്നത്. മറ്റൊന്ന്, ഇതര മതസ്ഥരുടെ ആഘോഷങ്ങളിൽ ഇസ്ലാമികർ, അതായത് മുസ്ലിങ്ങൾ പങ്കെടുക്കാൻ പാടില്ല, അത് മതനിയമത്തിന് പുറത്താണ് എന്നൊക്കെയുള്ള വാദങ്ങൾ കൂടി സമസ്ത ഇത്തരത്തിൽ മുന്നോട്ട് വെക്കുന്നുണ്ട്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ സമസ്ത ആണ് ഈ കാര്യം മുന്നോട്ട് വെക്കുന്നത്. മാത്രമല്ല, ഈ ആഘോഷ പരിപാടികളിൽ നിന്ന് ഇസ്ലാമിക ആഘോഷങ്ങളും ചടങ്ങുകളും മതപരമായ അതിർവരമ്പുകൾ ലംഘിച്ചുകൂടാ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് സമസ്ത ഇപ്പോൾ ഈ നിർദ്ദേശം മഹല്ല് കമ്മിറ്റികൾക്ക് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ഓണപരിപാടികളിലൊക്കെ തട്ടമിട്ടുകൊണ്ട് എല്ലാവരുടെയും ആഘോഷമാക്കിക്കൊണ്ട് മുസ്ലിം വനിതകളുമൊക്കെ ഈ ആഘോഷ പരിപാടികളിലൊക്കെ പങ്കെടുത്തിരുന്നു. ആ സമയത്തൊക്കെ പരസ്യമായി ഇത്തരത്തിൽ സമസ്ത നേതാക്കൾ ഇങ്ങനെ ഓണാഘോഷങ്ങളിൽ ഇസ്ലാമിക വേഷം ധരിച്ചുകൊണ്ട് മുസ്ലിം പെൺകുട്ടികളിൽ ഇത്തരം പരിപാടികളിൽ പങ്കെടുക്കരുത് എന്നുള്ളൊരു തിട്ടൂരം സംസ്ഥയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം ഇത്തരം ഈ നബിദിന റാലിയിൽ പെൺകുട്ടികളെ പങ്കെടുപ്പിച്ചതിനോട് അനുബന്ധിച്ചാണ് ഇപ്പോൾ സമസ്ത പറയുന്നത്, ഇത്തരം പുരുഷന്മാർക്കിടയിലേക്ക് ഇടകലർന്നുകൊണ്ട് സ്ത്രീ ശരീരങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ടൊന്നും ഇത്തരത്തിലുള്ള പരിപാടികളിൽ ഈ മുസ്ലിം സ്ത്രീകളെ പങ്കെടുപ്പിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് വിവിധ മഹല്ല് കമ്മിറ്റികൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതിൽ ജാഗ്രത പുലർത്തണം എന്നുകൂടി സമസ്ത പറയുകയും ചെയ്യുന്നുണ്ട്. നോക്കൂ നീലിമ, ഇത് നമ്മൾ ജീവിക്കുന്നത് ഒരു നവോത്ഥാന സമൂഹത്തിലാണ്. അവിടെ ഇരുന്നു കൊണ്ടാണ് ഇത്തരത്തിൽ ഇസ്ലാമിക മതപണ്ഡിത സഭ ഈ രീതിയിലുള്ള തിട്ടൂരങ്ങൾ പുറത്തെടുക്കുന്നത് എന്നുള്ളതാണ്. അതും തികച്ചും സ്ത്രീവിരുദ്ധമായിട്ടുള്ള പരാമർശങ്ങളാണ് സമസ്ത കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു വേദിയിലെത്തിയ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ അപമാനിച്ചിറക്കി വിട്ട സംസ്ഥയെ നമ്മൾ കണ്ടിട്ടുണ്ട്. തട്ടമിടാത്തവരൊക്കെ അഴിഞ്ഞാട്ടക്കാരികളാണ് എന്ന് പറഞ്ഞ സംസ്ഥ നേതാവുണ്ട്. ഏറ്റവും ഒടുവിൽ ഇപ്പോഴിതാ ഇതര മതസ്ഥരുടെ ആഘോഷങ്ങളിലൊന്നും മുസ്ലിം വനിതകൾ, മുസ്ലിം യുവതികൾ, മുസ്ലിം സ്ത്രീകൾ പങ്കെടുക്കരുത് എന്ന് പറയുകയാണ് സമസ്ത. മാത്രമല്ല, സ്വന്തം മതത്തിൽപ്പെട്ട പരിപാടികളിലും കുട്ടികളെ അവരെ മാറ്റി നിർത്തണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് മഹല്ല് കമ്മിറ്റികൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇസ്ലാമിക മതപണ്ഡിത സഭയായിട്ടുള്ള സമസ്തയിലെ തന്നെ കാന്തപുരം AP കാന്തപുരം വിഭാഗമാണ് ഈ നിർദ്ദേശം മുന്നോട്ട് വച്ചിരിക്കുന്നത്. സമസ്ത EK വിഭാഗവും സമാന ആശയം പിന്തുടരുന്നവരാണ്. അവരും ഇതേ ആശയം തന്നെ പലവട്ടം പറയുകയും ചെയ്തിട്ടുള്ളവരാണ്. നീലിമ, അങ്ങേയറ്റത്തെ സ്ത്രീവിരുദ്ധത ഒരിക്കൽ കൂടി ആവർത്തിച്ചിരിക്കുകയാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ. സ്ത്രീകളെ പൊതുയിടങ്ങളിൽ പ്രദർശിപ്പിക്കരുത് എന്നതടക്കം പറയുമ്പോൾ മുസ്ലിം സ്ത്രീകളുടെ അവസ്ഥ, അവരെ എങ്ങനെയാണ് ഈ നേതൃത്വമൊക്കെ കാണുന്നത് എന്നുള്ള വലിയ ചോദ്യം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്.